കണ്ടാൽ ചിക്കൻ കറി തന്നെ. ചോറിലേക്ക് ഇടാം. എന്താ നടക്ക് എത്ര സമയം കാത്തിക്കുന്നു. ലക്ഷുന് പനിയാന്ന് മാറിയിട്ട ചെറുങ്ങനെ ഉണ്ടത്രേ ലക്ഷണം. പിന്നെ നീ കറിയാക്കണ്ട് വരുമ്പൊന്നും കൊണ്ടുവരുമോ കറിയാക്കാൻ നിനക്ക് വിഷമം. ഈ പനിയില് നിനക്ക് തേങ്ങേന്റെ വെള്ളം വേണ്ട എന്താണ്ട് പോയിക്കോ അങ്ങോട്ട്. പനിക്ക് കുടിച്ചൂടാട്ടാ. ഈ വെള്ളൊന്നും ഇല്ലാണ്ടാ അത് കൊട്ട തേങ്ങയാണ്. ചിരട്ടീന്ന് കഴിഞ്ഞിട്ട് കൊത്തിയാലും കിട്ടുന്നില്ല. സുന്ദരി കിട്ടീനി കോളിഫ്ലവറാ. ഇന്ന് മീൻകാരനൊന്നും വന്നിട്ടല്ലേ. മീനുണ്ട്, ഭയങ്കര വിലയാവും. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ട് വിചാരിച്ചു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഇത്. നീ തേങ്ങ കഴുകുന്നത്? തേങ്ങ അടച്ചേരം നിലത്ത് വീണിനി അതാന്ന് കഴുകി. നച്ചു വെള്ളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കിളി വെള്ളമില്ല, ഇത് കൊട്ടത്തേങ്ങയാണ്. എങ്ങനെ കൊടുക്കലൊക്കെ പനിയല്ലേ. ആ പനി കുറവില്ലേ? തേങ്ങയുടെ വെള്ളം ഒന്നും കൊടുക്കണ്ട, തണുപ്പല്ലേ. ചൂടുവെള്ളം മാത്രം കൊടുത്താൽ മതിയേ. ഇപ്പൊ എന്തല്ലോ രോഗങ്ങളാവും. ഇതെന്നാ ആക്കുന്നത്? മസാല കറിയാല കറിയാക്കിക്കോ. എന്നാ പിന്നെ അച്ഛനമ്മക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്യാലോ. മസാല ആകുമ്പോ അത്രയും ഉണ്ടാവില്ല. കറിയാറ്റാക്ക കുറച്ച് ചാറാക്കി വെച്ചാൽ മസാല കറിയായ അത്രയും ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ പ്രാണിയും ഉണ്ടാവും, വേണം പാമ്പും കയറിട്ടുണ്ട്. പാമ്പാ കണ്ടുണ്ടായിന്ന് പറയുന്നുണ്ട്. ഇത് മുറിക്കുമ്പോ നോക്കണതിന്റെ ഇടക്ക് കുഞ്ഞിപ്പാമ്പൻ ചിലപ്പോൾ കയറി കൊടുക്കൂലേ. അതായത് മറ്റേ ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇട്ട് നോക്കണം പറയുന്നു. പ്രാണിയൊന്നും കൊണ്ടങ്ങനെ പോകാൻ വേണ്ടിട്ട്. പുഴുവോ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണല്ല ഇത്. നഷുവിനെ നല്ല ഇഷ്ടമാണ്. പക്ഷെ നഷു ചെറിയ പനിയുണ്ട്, കൂട്ടുമെന്നറിയില്ല. നവലിന് ഇഷ്ടമാണ്. എല്ലാവർക്കും ജലദോഷം ഉണ്ട് കേട്ടോ. സൗണ്ട് എല്ലാവരും മാറി അല്ലേ. ഞാനാ കൊണ്ടുവന്നിരുന്ന മെഡിക്കൽ കോളേജിലും വരുമ്പോൾ ഇനി എല്ലാവരും മാസ്കെല്ലാം കിട്ടണം കേട്ടോ. പെരിയാനെല്ലാം വരുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലാ ആസ്പത്രിയിൽ പോകുമ്പോൾ ഇനി മാസ്ക് കിട്ടണം. പനി സീസൺ അതിന് വരാൻ പോകുന്നു. പനി എന്തെല്ലോ പനിയാണിപ്പം. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണാക്കണല്ല. പെട്ടെന്ന് പൊങ്ങിന പൊലിയില്ലേ തേങ്ങ അല്ലേ. കറിയിലെ മാർക്കാ എത്ര മാർക്കാ കിട്ടല്. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടല്ലേ. അച്ഛൻ രാവിലെ പത്രം വായിക്കുന്നുണ്ട്. പത്രം പാരായണുണ്ട് അച്ഛന്. നമ്മക്കത് ഇല്ലാണ്ട് പോയി. ഇപ്പം മുമ്പിൽ നല്ലോണം വായിക്കുന്നതാണ്. ഒരു കാലത്ത് കൈതപ്പം വായനശാല പോയിട്ട് എത്ര ബുക്ക് വായിച്ചതാ. എടുക്കാൻ ലൈബ്രറിയിൽ നിന്ന് എടുക്കലുണ്ടെന്നല്ല ആ സമയത്തല്ല. ഇപ്പം വായനയുമില്ല. അച്ഛൻ ചെയ്ത് നോക്കട്ടെ. പത്രം വായിക്കുകയാണ് എന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അച്ഛൻ പത്രം വായിക്കുന്ന ചെയ്യുന്നു. അച്ഛാ പത്രം വായിക്കുന്നു. അച്ഛൻ രാവിലെ പത്രം വായിക്കുന്നു. ചാടിച്ചിട്ടേ അമ്മയോ കിടക്കേന്ന് ഏർത്തി പണിക്ക് പോയിനാ. വൈകിയോ സ്കൂൾ പോയാ. ഏട്ടനോ കൊടുക്കാൻ പറഞ്ഞത് കിട്ടാനായിട്ടില്ല. റേഷൻ പണി പോയാലേ
ചപ്പാത്തിക്ക് ദോശ വേണ്ടേ? അമ്മയുണ്ട്. അമ്മ ചാടിച്ചില്ലേ? കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചിട്ടുണ്ട്. ഞാൻ തറവാട്ടിനൊന്നും പോയതാണ്. അച്ഛൻ നമ്മ പറഞ്ഞ പോലെ തന്നെ പത്രം വായിക്കുന്നുണ്ട്. അമ്മ ചായ കുടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഏട്ട് പണിക്ക് പോയിനി ചപ്പാത്തി കമ്പനിയിൽ. ഏട്ടനാടിയുണ്ട്, ചായ പിടിക്കുന്നുണ്ട്. വൈക സ്കൂൾ പോയിനി. നല്ല കറിവേപ്പില കുറച്ചിനെ. അപ്പൊ നമ്മള് കോളിഫ്ലവറിൽ ഇങ്ങനെ അരിഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തില്, നല്ല ചൂടുവെള്ളം ചോറായ അടുപ്പിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് കുളിക്കാൻ വേണ്ടിട്ട്. ചൂടില്ല ഇത്? നല്ല ചൂടുണ്ട്. ചൂട് വേണേ. പ്രാണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാടും. അതുകൊണ്ടാണ് ചൂടോട് കഴിക്കാൻ പറയുന്നത്. ഇത് അതിനൊരു ചാവാൻ വേണ്ടിയിട്ട്. മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ വിഷാംശം പോവുമല്ലോ. ചൂടില്ലേ? കുറച്ച് മഞ്ഞൾപ്പൊടിയാ. ഇത് 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ അല്ലേ? മഴ പെയ്യ, ചാറ്റൽ മഴയുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് കറിയാക്കാൻ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ സവാള, കറിവേപ്പില, ഇഞ്ചി, തേങ്ങാക്കൊത്തുണ്ടേ, തേങ്ങാക്കൊത്ത്, 2 തക്കാളി വലുത്, മറ്റേ ഇത് വെളുത്തുള്ളി, പച്ചമുളക് അല്ലേ? അപ്പോൾ ചട്ടിയുടെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ആദ്യം വെച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ടേ. തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, നമ്മുടെ തേങ്ങാക്കൊത്തപ്പം ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക്, കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടിട്ട് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ സവാള ഇട്ടോ. സവാള ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കുറേശ്ശെ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടോ കുറച്ച് കല്ലുപ്പിട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മാറ്റിയെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നല്ല വൃത്തി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, മതി. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല പൊടി, അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവർ ഇട്ട് കൊടുക്കേ. എല്ലാം കൂടി ഒന്ന് ഇളക്കി വെപ്പിക്കുക. മസാലയിലൊന്നും ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെപ്പിക്കാം.
മസാലയുടെ മണം മൂക്കിലേക്ക് അടിച്ച് കയറിയിട്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം ചാറാക്കുന്നുണ്ടോ? ഓക്കെ, ഉപ്പ് നോക്കി ഓക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അടച്ച് വെച്ച് പോയിക്കാം. അടച്ച പോകട്ടെ. അപ്പോൾ എന്തായി നോക്കട്ടെ. കുറച്ച് സമയമായി. എടുക്ക. അലക്കറ ബന്ധില്ലേ? അപ്പോൾ നമ്മളിത് വെവ്വേലും ചെയ്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ടേ. ചാറ് കുറച്ച് കുറഞ്ഞു പോയി, നല്ലോണം പറ്റിപ്പോയി. പച്ചക്കറി പോലെ ഉണ്ട് അല്ലേ കണ്ടാൽ. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ടേ. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൊണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ ചിക്കൻ കറി തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ കറി അച്ഛനും നമുക്ക് ആദ്യം കൊണ്ട് കൊടുക്കാം. നച്ചൂടെ നോക്കിയിരിക്കുന്നുണ്ട്. നച്ചു കുറച്ച് കഷ്ണം എടുത്ത് തിന്നു അല്ലേ? കൊണ്ട് കൊടുത്തിട്ട് വരാല്ലേ. സമയത്ത് മീറ്റിങ്ങിന് പോകാനുണ്ട് സ്കൂളില്. നവലിന് സ്കൂളില് കടന്നപ്പള്ളി മീറ്റിംഗ് 2:30 പോണം. അവിടെ നേരത്തെ വിളിച്ചതിന് അത് കല്യാണ കറി. നല്ല കറിയാ. നല്ല തൈരുണ്ട്. എന്നാൽ പിന്നെ കഴിക്കാം. മമ്പയർ കറിയുണ്ടേ. ആദ്യം ഇന്നത്തെ സ്പെഷ്യൽ ചോറിലേക്ക് ഇടാം. കുഴച്ച് കഴിക്കാം. ആവശ്യം ചിക്കൻ കറി കഴിക്കുന്ന പോലെ തന്നെ കേട്ടോ. ആ തേങ്ങാക്കൊത്ത് ഇഷ്ടംപോലെ ഇട്ടുകൊണ്ട് നല്ലോണം കടിക്കാൻ കിട്ടുന്നുണ്ട്. നല്ല കറിയാണ്. അല്ല തേങ്ങാക്കൊത്തുണ്ടോ? തേങ്ങാക്കൊത്തും കൂടെ കടിക്കാൻ സൂപ്പർ. ഒന്നും പറയാനില്ല. തൈര്, മമ്പയർ, അപ്പം ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ. ഓക്കെ.